എന്തോ ഒരു സംഗതി ഒപ്പിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ താമസം ആള് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ കിടന്ന് ചാടി മറിഞ്ഞാണ്. കാലെന്തോ സ്ട്രെയിൻ ആയതാണോ എന്നറിയില്ല, അതോ ഇനി പൊട്ടലുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, വേറെ ഓപ്ഷൻ കാണുന്നില്ല. ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇത് കണ്ടോ, ഞൊണ്ടി പോയത്. എന്നാ പറ്റി ഹേഡപ്പി? എന്നിട്ട് എന്നാ പറ്റിയ വേന എവിടാ കണ്ടോ? വള്ളിച്ചെരുപ്പ് തന്നെ ഇടാൻ പറ്റുന്നില്ല ആ കാലിലേക്ക്. അപ്പം അമ്മ പിടിക്കാം, നടക്ക്. ഉണ്ടോ, ഇതാണ് കേട്ടോ അവസ്ഥ. പിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് പറയാം എന്താണ് സംഭവിച്ചതെന്ന് കേട്ടോ. ഇതാണ് ഇവിടുത്തെയൊക്കെ അവസ്ഥ. എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അത് ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ, ചേട്ടനോ അനിയനോ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ഒപ്പിക്കും കേട്ടോ. ഇത് ഞാൻ ബ്യൂട്ടി പാർലറിന് മുന്നിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു ബ്യൂട്ടി പാർലറാണോ, ആരും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ് കേട്ടോ. പോയിട്ട് വരട്ടെ. ഞാൻ പിള്ളേരെ കൊണ്ട് വണ്ടി ഇരുന്നുള്ളൂ, കാരണം ഭയങ്കര ചൂടും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അവിടെ കിടന്ന് ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെ കൊണ്ട് വണ്ടിയിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചുവാണ് അവനെ കൊണ്ട് പോയേക്കുന്നത്. എനിവേ, ഇപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം എന്താ അവസ്ഥ എന്ന്. ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. ഇപ്പം ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല, ഡോക്ടർ ഒറ്റിയില്ലായിരുന്നുകൊണ്ട് ഞാൻ 5 മണിയാകുമ്പോൾ വീണ്ടും കൊണ്ടുപോകണം. പക്ഷേ ഇത് ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? പ്ലാസ്റ്റർ ഇടണം. എന്ത് ചെയ്യണം? പ്ലാസ്റ്റർ ഇടണം. പ്ലാസ്റ്റർ തന്നെ അന്നേരം മനസ്സിലാവും. ചാടിയപ്പോൾ ഓർത്തായിരുന്നോ പ്ലാസ്റ്റർ ഇടണമെന്ന്? എന്താ ഇനിയുള്ള കഷ്ടപ്പാടുകളാണ്, ഇനി മുന്നോട്ടുള്ള കഷ്ടപ്പാടുകളാണ് ഇങ്ങനെ. എവിടെ പോകണമെങ്കിലും ഹെയ്ഡാപ്പി എടുക്കണം, അപ്പ എടുക്കണം, അമ്മ എടുക്കണം കേട്ടോ ഹെയ്ഡാപ്പി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ വേണ്ട, ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ പേരക്കകത്തെത്തി. അച്ചാച്ചൻ്റെ കാല് പരിശോധിക്കുന്ന ഡോക്ടർ കണ്ടോ? ഡോക്ടറെ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ഞു ഡോക്ടറിനോടൊക്കെ. ഗേ അതെ, കാല് ശരിയായിട്ട് കളിച്ചാൽ മതി. ഇതെൻ്റെ ഒടിഞ്ഞ കാലം കൊണ്ടുള്ള അഭ്യാസം കണ്ടോ? ഒടിഞ്ഞ കാലല്ല, വിരലാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം പോയിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് വരാം. ബൈ. തന്നെ വാഷ്റൂമിലൊക്കെ പോക്കണം കേട്ടോ. അമ്മയ്ക്ക് ഒരു പണി ഇല്ലെന്നോർത്തോണ്ടാണ് ഇത് ഒപ്പിച്ച് വെച്ചത്. കാലല്ല, വിരല്. എല്ലാവർക്കും വയ്ക്കാം. ദൈവമേ കണ്ടോ. അപ്പം അവനിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച അമ്മയ്ക്ക് ഒരു പണിയില്ലല്ലോ, നമ്മയ്ക്കൊരു എക്സ്ട്രാ പണി അല്ലേടാ. പോയി കിടന്ന് ഉറങ്ങിക്കോ. മതി, പോയി കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ, പൊക്കോ. തിരിച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ചെറിയൊരു വ്ളോഗ്, കാലിൻ്റെ വിരലൊടിഞ്ഞ വ്ളോഗ്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ പിടിച്ച പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് എന്നും പണികൾ തന്നെ പണി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.